Welcome to IPLS Training Solution. In the previous year question paper, Assistant Director Industries and Commerce 2017 exam, agricultural engineering based questions discuss. First question. Traditionally, harvesting of paddy crop was commonly performed with the use of sickle, tractors, power tillers, combines. So, ട്രഡീഷണലി നമ്മൾ പാഡി നെല്ല് വിളവെടുപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അരിവാളാണ്. നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന അരിവാളാണ് സിക്കിൾ. സോ ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രാക്ടേഴ്സ്. പവർ ടില്ലേഴ്സ് എന്ന് പറയുന്നത് നോർമലി പ്ലൗവിങ് അല്ലെങ്കിൽ സീഡ് ബെഡ് പ്രിപ്പറേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പവർ ടില്ലേഴ്സ് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് ട്രാക്ടറാണ് പവർ ടില്ലേഴ്സ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്പൈൻസ്, അതായത് കമ്പൈൻ ഹാർവെസ്റ്റർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്നത് ഒരു മോഡേൺ ഹാർവെസ്റ്റിംഗ് എക്യുപ്മെന്റ് ആണ്. ഒരു ലാർജ് ഏരിയയിൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഇത് കമ്പൈൻ ഹാർവെസ്റ്റർ നമ്മളിപ്പോൾ പാഡിയിൽ മാത്രമല്ല വെറൈറ്റി ഓഫ് കൾട്ടിവേറ്റഡ് സീഡ്സിൽ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതായത് പാഡി മാത്രമല്ല, സോയാബീൻ അല്ലെങ്കിൽ വീറ്റ് ഒക്കെ നമുക്ക് ഇത് വെച്ച് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം ഈ കമ്പൈൻ ഹാർവെസ്റ്റർ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമ്മുടെ ഫീൽഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. കോണ്, പൾസസ് അതിൻ്റെയൊക്കെ ഫീൽഡിൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതായത് ഇത് ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെല്ല് ഇത് വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്രെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് തരികയും സ്ട്രോ അതായത് വൈക്കോലിനെ സെപ്പറേറ്റ് ചെയ്യുകയും ഗ്രെയിൻസിന് നമുക്ക് വേറെ തന്നെ ഒരു ഫ്ലോയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വൈക്കോലിനെയും നമുക്ക് വേറെ തന്നെ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു മെഷീൻ കൂടിയാണ് കമ്പൈൻ ഹാർവെസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ട്രഡീഷണലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രഡീഷണലി വരുന്നതാണ് സിക്കിൾ. ഇതിന്റെ ആൻസർ ഒക്കെ വരുന്നത് സിക്കിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ഡിഫൈൻഡ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഓപ്ഷൻ 1 form of energy into useful work, second one heat energy into useful work, C വരുന്നത് both A and B ആണ്, and D none of the above. സോ ബേസിക്കലി ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു മെഷീനാണ് വിച്ച് ഇസ് ഡിസൈൻ ടു കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ആൻഡ് ഈ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് പല ടാസ്കുകൾ അല്ലെങ്കിൽ മെഷീനറി റൺ ചെയ്യൽ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യൽ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതായത് വൺ ഫോം ഓഫ് എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് ആണ് അതൊരു യൂസ്ഫുൾ വർക്ക് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഹീറ്റ് എഞ്ചിൻ എന്താണ് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ വൺ ഫോം ഓഫ് എനർജി ഇൻ ടു യൂസ്ഫുൾ വർക്ക് എന്നുണ്ട്, ഹീറ്റ് എനർജി ഇൻ ടു യൂസ്ഫുൾ വർക്കും ഉണ്ട്. അപ്പോൾ രണ്ടും ശരിയാണ്. ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഒരു വൺ ഫോം ഓഫ് എനർജി ആണല്ലോ. അപ്പോൾ രണ്ട് ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ബോത്ത് എ ആൻഡ് ബി ഇതിന്റെ ആൻസർ ആയിട്ട് വരും. അതായത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, നമ്മുടെ ഫ്യൂവലിനെ ബേൺ ചെയ്തിട്ട് ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അതിനെ ഒരു യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ഹീറ്റ് എഞ്ചിൻ. സോ ഇറ്റ് ജനറേറ്റ് തെർമൽ എനർജി ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോം ടു മെക്കാനിക്കൽ എനർജി. സോ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ രണ്ട് ആൻസറും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് average speed of drum of a foot operated paddy thresher for maximum threshing efficiency is 100 rpm, 4000 rpm, 1000 rpm and 400 rpm. So question എന്താന്ന് വെച്ചാൽ ഫൂട്ട് ഓപ്പറേറ്റഡ് പാഡി ത്രഷറിന്റെ ഡ്രമ്മിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ഫോർ ഗെറ്റിംഗ് മാക്സിമം ത്രഷിംഗ് എഫിഷ്യൻസി. സോ ഒരു പാഡി ത്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെൽക്കതിരിൽ നിന്ന് നമ്മൾ നെല്ലിനെ വേർതിരിച്ചിരിക്കുന്ന എക്യുപ്മെന്റ് ആണ്. സോ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു പാഡി ത്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കാണാം ഇതൊരു പെഡൽ ഓപ്പറേറ്റഡ്, അതായത് നമ്മൾ പെഡൽ ഓപ്പറേറ്റഡ് ആണ്, ചവിട്ടിക്കൊണ്ടാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്.
അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഡ്രമ്മിന്റെ ത്രഷിംഗ് സിലിണ്ടറിന്റെ അതാണ് ഡ്രം. അതിന്റെ സ്പീഡ്, ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ബ്രീഫായിട്ട് ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പൊ ഒന്നും പറയാം. അപ്പൊ ഇതിന്റെ സിലിണ്ടറിൽ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഈ സിലിണ്ടറിൽ തന്നെ യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു വയർ ലൂപ്പ് ആണ് ഈ ത്രഷിംഗ് സിലിണ്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഷാഫ്റ്റ് ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതിലൊരു ലാർജർ ഗിയർ അല്ലെങ്കിൽ സ്പ്രോക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഈ ഗിയർ അല്ലെങ്കിൽ സ്പ്രോക്കറ്റ് നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫുഡ് പെഡലുമായിട്ടാണ്. ആൻഡ് നമ്മൾ ഈ പെഡല് പ്രസ് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു പാഡി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ നെൽക്കതിര് വെക്കുന്ന സമയത്ത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സിലിണ്ടറിന്റെ മുകളിലേക്ക് ഈ കതിര് വെക്കുന്ന സമയത്ത് വയർ ലൂപ്പിൽ ഗ്രെയിൻസ് ഹിറ്റ് ചെയ്യും. അത് ആ ഗ്രെയിൻസ് വൈക്കോലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബ്രീഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രമ്മിന്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പെഡൽ ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ വലിയ RPM ഈ സിലിണ്ടറിന് കറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ 400 RPM ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നന്നേ കുറവുമായിരിക്കത്തില്ല, നല്ല കൂടുതലും ആയിരിക്കത്തില്ല. ഒരു 400 RPM റേഞ്ചിലാണ് ഇതിന്റെ ആവറേജ് സ്പീഡ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ പാഡി ലോസസ് ഡ്യൂ ടു ഷ്രെഡിംഗ് and shattering of grains in the field can be considerably reduced when it is harvested between 10 to 15% moisture content, 23 to 25% moisture content, 30 to 33% moisture content, and none of the above. So paddy harvest ചെയ്യുമ്പോഴുള്ള മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ പാഡി ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, ആ സമയത്ത് എന്തൊക്കെയാണ് ലോസസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതെന്നൊക്കെയാണ്. പോസ്റ്റ് ഹാർവെസ്റ്റ് വരുന്നതാണ് ഈ ഷ്രെഡിങ്, ഷാറ്ററിങ്, ത്രഷിങ്, അതായത് ത്രഷിങ്. പിന്നെ നമുക്ക് വരുന്നതാണ് മില്ലിങ് ഒക്കെ ഉള്ളത്. മില്ലിങ്, പാർബോയിലിങ്, അങ്ങനെയുള്ള പല സ്റ്റേജസ് വരുന്നുണ്ട്. നമ്മൾക്ക് നെല്ലിൽ നിന്ന് നമുക്ക് അരിയായിട്ട് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂടിയാലും മോയ്സ്ചർ കണ്ടന്റ് അതുപോലെ കുറഞ്ഞാലും അത് ഈ പോസ്റ്റ് ഹാർവെസ്റ്റ് പ്രോസസ്സിനെ എല്ലാം ബാധിക്കും. സോ ഒരു ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഹാർവെസ്റ്റിംഗ് ടൈമിൽ. അപ്പോൾ 10 to 15% മോയ്സ്ചർ കണ്ടന്റ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 10 to 15% മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഇത് യൂഷ്വലി സ്റ്റോറേജ്, ഗ്രെയിൻസിന്റെ സ്റ്റോറേജ് മോയ്സ്ചർ കണ്ടന്റ് ആണ് ഈ 10 to 12, 20 to 15 വരെ പോയില്ലെങ്കിലും 10 to 12 ആണ് യൂഷ്വലി സ്റ്റോറേജ് മോയ്സ്ചർ കണ്ടന്റ്. നെക്സ്റ്റ് വരുന്നതാണ് 23 to 25%. അതൊരു ഒപ്റ്റിമം ലെവലാണ്. ആൻഡ് 30 to 33% കൂടിപ്പോയി, മോയ്സ്ചർ കണ്ടന്റ് കൂടിപ്പോയി. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കൂടുന്ന സമയത്ത് ഈ ത്രഷിങ്ങിലും അതുപോലെ പിന്നീട് വരുന്ന മില്ലിംഗ് ഓപ്പറേഷൻസിലൊക്കെ അത് ലോസസ് ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 23 to 25% മോയ്സ്ചർ കണ്ടന്റ് ആണ് ഒപ്റ്റിമം ലെവൽ. അത് ലോസസ് ഏറ്റവും കുറഞ്ഞ് നമുക്ക് കിട്ടണമെങ്കിൽ പാഡിയുടെ ഹാർവെസ്റ്റിംഗ് എപ്പോഴും ഒരു 23 to 25% മോയ്സ്ചർ കണ്ടന്റിലായിരിക്കണം. Next question, in thin layer drying, the depth of grain is limited to 50 cm, 100 cm, 60 cm and 20 cm. So thin layer drying grains in the layer thickness എത്രയാണെന്നാണ് question. അപ്പോൾ thin layer drying എന്ന് പറഞ്ഞാൽ drying of a grain which are nearly completely exposure of grain to heated air. അപ്പോൾ complete exposure of grain to heated air വരുന്നതാണ് തിൻ ലെയർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ തിക്നെസ് ഇസ് നോട്ട് മോർ ദാൻ 20 cm. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 20 cm ആണ് തിൻ ലെയർ ഡ്രൈയിങ്. സോ ഈ തിൻ ലെയർ ഡ്രൈയിങ് എന്ന് പറയുന്നത് ദ ഡ്രൈയിങ് ആക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ലോ ആണ്. അപ്പോൾ ന്യൂട്ടൺസ് ലോയിൽ ടെമ്പറേച്ചറിന് പകരം മോയ്സ്ചർ ഡിഫറൻസ് ആണ് നമ്മുടെ ഇക്വേഷനിൽ ഇതിൽ വരിക. അതായത്
റേറ്റ് ഓഫ് ഡ്രൈയിങ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രെയിൻ മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ്. അതാണ് ഈ ഡ്രൈയിങ് ആക്ഷനിൽ വരുന്ന ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത്. സോ സിമിലർ ടു തിൻ ലെയർ ഡ്രൈയിങ്, ഡീപ്പ് ബെഡ് ഡ്രൈയിങ് കൂടെ ഇതിന്റെ പാരലലി വരുന്നതാണ്. അതിന്റെ കേസിൽ thickness എന്ന് പറയുന്നത് more than 20 centimeter ആണ്. Whereas in thin layer drying it is not more than 20 centimeter. Next question. In surface method of irrigation, water is applied directly from a pipe, channel, drip head, sprinkler. So irrigation methods main ആയിട്ടും 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമതായി സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. അഗെയിൻ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതായത് സബ് ക്ലാസ്സസ് ഉണ്ട്. സർഫസ് ഇറിഗേഷൻ തന്നെ ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. അഗെയിൻ ഇതിന് സബ് ക്ലാസ്സസ് ഉണ്ട്, പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. സോ ഫസ്റ്റ് വരുന്നതാണ് സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡസ്റ്റ് ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡാണ് സർഫസ് ഇറിഗേഷൻ. അതായത് ഒരു ഇറിഗേഷൻ പമ്പിന്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. ഇപ്പം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സോയിൽ സർഫസിലേക്ക് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ബൈ ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി ആണെങ്കിൽ അതിനെ സർഫസ് ഇറിഗേഷൻ എന്നാണ് പറയാം. അതായത് ഇപ്പൊ ഒരു ചാനൽ വഴിയൊക്കെ ആണെങ്കിൽ ആ ചാനലിന് ഒരു ചാനലിൽ കൂടെ വാട്ടർ പോകണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്ത് നമ്മൾ ചെറിയ ചാലുകൾ ഉണ്ടാക്കി നമ്മൾ വാട്ടറിനെ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ഫീൽഡിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഫ്ലഡിംഗ് മെത്തേഡ്, അതായത് നമ്മൾ വരമ്പുകൾ കെട്ടി വെള്ളത്തിനെ തടഞ്ഞു നിർത്താറുണ്ട് ചില ചാനലുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്, ഇതൊക്കെ സർഫസ് ഇറിഗേഷനിൽ വരുന്നതാണ്. അതായത് പ്രത്യേകമായിട്ടൊരു പമ്പിന്റെയോ ഒരു പൈപ്പ് സിസ്റ്റത്തിൽ നിന്നോ ആവശ്യം ഇവിടെ ഇല്ല. വരുന്ന ചാനലിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇറിഗേഷൻ നടത്താം. നെക്സ്റ്റ് വരുന്നതാണ് സബ് സർഫസ് ഇറിഗേഷൻ. സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്ലൈയിങ് വാട്ടർ ടു ദ സോയിൽ ഡയറക്ട്ലി അണ്ടർ ദ സർഫസ്. ഒരു കാപ്പിലറി ആക്ഷൻ വഴിയാണ് മോയ്സ്ചർ റൂട്ട്സിലേക്ക്, അതായത് നമ്മുടെ ഫീൽഡിലുള്ള പ്ലാന്റ്സിന്റെ റൂട്ട്സിലേക്കൊക്കെ എത്തുക. കാപ്പിലറി ആക്ഷൻ വഴിയാണ്. അതായത് ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു പെർഫറേറ്റഡ് പൈപ്പ്സോ അല്ലെങ്കിൽ ഒരു 15 to 30 മീറ്റർ ഇന്റർവെൽസിൽ ഡീപ്പ് ട്രെഞ്ചസോ, ഈ 2 വഴികളിൽ കൂടെ ഇറിഗേഷൻ നടത്തുന്നതാണ് സബ് സർഫസ് ഇറിഗേഷൻ. അതായത് സോയിലിന്റെ നമ്മുടെ അണ്ടർ ദ സോയിൽ സർഫസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാട്ടറിനെ പെർഫറേറ്റഡ് പൈപ്പ്സ് വഴിയൊക്കെ വിടുന്നതിനെയാണ്, ആ രീതിയിൽ നമ്മൾ ഇറിഗേഷൻ നടത്തുന്നതിനെയാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയാം. പിന്നെ വരുന്നതാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. അത് നമുക്ക് കോമൺ ആണിപ്പോൾ. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ഒരു ലൊക്കേഷനിൽ നിന്ന് വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ബൈ ഓവർഹെഡ് പ്രഷർ സ്പ്രിംഗ്ലേഴ്സ് വഴി. അതായത് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് വാട്ടർ ഇറിഗേഷൻ, അതായത് നമ്മൾ ഫീൽഡിലേക്ക് ഇറിഗേഷൻ ചെയ്യുന്ന മെത്തേഡാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഇനി ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു മൈക്രോ ഇറിഗേഷൻ മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. അതായത് മെയിൻ ആയിട്ടും നമ്മുടെ വാട്ടറിനെ സേവ് ചെയ്യാനും, അതായത് ഇവോപറേഷൻ കുറയ്ക്കാനൊക്കെയാണ് ഈ മെത്തേഡ്. കുറച്ചുകൂടി വാട്ടർ സേവിങ് മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഡ്രോപ്സ് ഓഫ് വാട്ടറിനെ നമ്മുടെ റൂട്ട്സിന്റെ അടുത്തേക്ക്, അതായത് പ്ലാന്റിന് തൊട്ട് താഴേക്ക് വാട്ടറിനെ ഡെലിവർ ചെയ്യുന്ന മെത്തേഡാണ്. അതായത് ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള വാൾസും ഫില്ലേഴ്സും ഗേജസും പ്രഷർ ഗേജസും വാട്ടർ ഗേജസും ഒക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം ആയിട്ട് വരും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർഫസ് ഇറിഗേഷൻ മെത്തേഡ് വാട്ടർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് പൈപ്പ്, ചാനൽ, ഡ്രിപ്പ് ഹെഡ്, സ്പ്രിംഗ്ലർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചാനലാണ് നമ്മുടെ ആൻസർ. കാരണം പ്രത്യേകമായിട്ടുള്ള ഒരു പമ്പോ പൈപ്പ് സെറ്റിന്റെ ഒന്നും ആവശ്യം സർഫസ് മെത്തേഡിനില്ല. അതൊരു ഓൾഡ് ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. Next question. Tractors are used for earth moving purposes, land clearing uses, tillage purpose. Option D, all of these purposes.
സോ നമുക്കറിയാം ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി അഗ്രികൾച്ചർ പർപ്പസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഏരിയസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ട്രാക്ടേഴ്സിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇതിന്റെ ഈ ഏരിയയിലൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എർത്ത് മൂവിങ് പർപ്പസിനും ലാൻഡ് ക്ലിയറിംഗ് യൂസേഴ്സ്, ടില്ലേജ് പർപ്പസ് എല്ലാത്തിനും ട്രാക്ടേഴ്സ് യൂസ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് പർപ്പസ് ആണ്. അതായത് ട്രാക്ടേഴ്സിന്റെ പല ടൈപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രോളിംഗ് ട്രാക്ടേഴ്സ്, അതായത് ടില്ലേജസിന് യൂസ് ചെയ്യുന്ന പവർ ടില്ലേഴ്സ്, അതുപോലെ ലാൻഡ് ക്ലിയറിംഗിന് യൂസ് ചെയ്യുന്ന എക്സ്കവേറ്റേഴ്സ്, അതായത് ഹെവി ലോഡഡ് ടൈപ്പ് ട്രാക്ടേഴ്സ് ഒക്കെ. സോ ട്രാക്ടേഴ്സിന്റെ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണ്. എല്ലാ പർപ്പസിന് വേണ്ടിയിട്ടും ട്രാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. So next question, in air-cooled engines, fins are the components of cooling system, ignition system, fuel system, and none of the above. So ഇതിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എൻജിൻസ് എയർ കൂൾഡ് എൻജിൻസ് ഉണ്ട്, വാട്ടർ കൂൾഡ് എൻജിൻസ് ഉണ്ട്. സോ എയർ കൂൾഡ് എൻജിൻസിലാണ് ഫിൻസ് ഉണ്ടായിരിക്കുന്നത്. ഈ ഫിൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് എയർ ആണ്. അപ്പോൾ എയറിന്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫിൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. മെയിൻലി ടു സ്പീഡ് അപ്പ് ദി കൂളിംഗ് പ്രോസസ്. കൂളിംഗ് പ്രോസസ്സ് സ്പീഡ് അപ്പ് ചെയ്യാനാണ് ഫിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കും? കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കും ഈ ഫിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻഡന്റഡ് സിലിണ്ടർ സെപ്പറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മോയ്സ്ചർ ഓഫ് ദി ഗ്രെയിൻ, കളർ ഓഫ് ഗ്രെയിൻ, സൈസ് ഓഫ് ഗ്രെയിൻ, നൺ ഓഫ് ദീസ്. സോ ഇൻഡന്റഡ് സിലിണ്ടർ സെപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നതാണ്. മെയിൻലി ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് ലെങ്തിനനുസരിച്ചിട്ടാണ്. അതായത് ഷോർട്ട് ഗ്രെയിൻസ് ഓർ ലോങ് ഗ്രെയിൻസ്, അതിൻ്റെ ലെങ്ത്, അതായത് സൈസിനനുസരിച്ചിട്ടാണ് ഇൻഡന്റഡ് സിലിണ്ടർ സെപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ റൊട്ടേറ്റിംഗ് സിലിണ്ടർ ആണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഇൻസൈഡ് സർഫസിൽ ഇൻഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രെയിൻ മിക്സർ, അപ്പോൾ മിക്സർ ഓഫ് ഗ്രെയിൻസ് നമ്മൾ ഇതിലേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് ഈ ഇൻഡൻസിന്റെ ഫിറ്റിങ്സിനനുസരിച്ചിട്ട് ആണ് സെപ്പറേഷൻ നടക്കുക. അതായത് ഷോർട്ട് ഗ്രെയിൻസ് അപ്പോൾ ഈ ഇൻഡൻസിന്റെ ഫിറ്റിങ്സും അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഫക്റ്റ് കാരണം ഈ ഇൻഡൻസിൽ പിക്കപ്പ് ആവുകയും ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന അതായത് അഡ്ജസ്റ്റബിൾ ട്രഫിൾ ഉണ്ട്. ഈ അഡ്ജസ്റ്റബിൾ ട്രഫിൾ ത്രൂ കൺവേയേഴ്സിലൂടെ സെപ്പറേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സെപ്പറേറ്റേഴ്സും അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് സെപ്പറേറ്റർ ആണെങ്കിൽ ഡിഫറൻസ് ഇൻ ലെങ്ത് ആണ്, സ്പൈറൽ സെപ്പറേറ്റർ ആണെങ്കിൽ റൗണ്ട്നെസ് ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി സെപ്പറേറ്റർ ആണെങ്കിൽ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ആൻഡ് ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, ന്യൂമാറ്റിക് സെപ്പറേറ്റർ ആണെങ്കിൽ ഡിഫറൻസ് ഇൻ എയറോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ്, വെൽവെറ്റ് റോൾ സെപ്പറേറ്റർ ആണെങ്കിൽ ഡിഫറൻസ് ഇൻ ദ ഷേപ്പ് ആൻഡ് സർഫസ് ടെക്സ്ചർ ഇതിനനുസരിച്ചിട്ടൊക്കെയാണ് സെപ്പറേറ്റ് ആവുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻഡന്റഡ് സിലിണ്ടർ സെപ്പറേറ്റർ ആണ്. സോ ഞാൻ പറഞ്ഞതുപോലെ റിലേറ്റീവ് ലെങ്തിനനുസരിച്ചിട്ടാണ് ഇതിന്റെ സെപ്പറേഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ ഓപ്ഷനിൽ വരുമ്പോൾ സൈസ് ഓഫ് ദ ഗ്രെയിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, flywheel in a tractor work as A, to start the engine, next as energy reservoir, C, none of the above, D, serves as smooth running. സോ ഫ്ലൈവീൽ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിൽ കാണിച്ചിരിക്കുന്ന വലിയ ഹെവി ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഫ്ലൈവീൽ എന്ന് പറയുന്നത്. സോ ഫ്ലൈവീൽ നമ്മുടെ IC എഞ്ചിനിൽ അല്ലെങ്കിൽ ഏതൊരു എഞ്ചിനിലായാലും അത് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് എനർജി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് ഫ്ലൈവീൽ ആക്ട് ചെയ്യുന്നത്. അതായത് എനർജി ഇൻപുട്ട് എക്സീഡ് ആകുന്ന സമയത്ത് എനർജീനെ സ്റ്റോർ ചെയ്യാനും ആൻഡ് എപ്പോഴാണോ എനർജി ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് എനർജീനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ്, ഒരു കമ്പോണന്റ് ആണ് ഫ്ലൈവീൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സംടൈംസ് ഇറ്റ് സെർവ്സ് എസ് എ പുള്ളി ഫോർ ട്രാൻസ്മിറ്റിംഗ് എഞ്ചിന്റെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പുള്ളിയായിട്ടും സംടൈംസ് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാലൻസിങ് യൂണിറ്റ് ആയിട്ടും എഞ്ചിന്റെ ബാലൻസിങ് യൂണിറ്റ് ആയിട്ടും ഫ്ലൈവീൽ യൂസ് ചെയ്യുന്നുണ്ട്.
സോ നമ്മുടെ ഓപ്ഷൻസിൽ to start the engine as a energy reservoir serves as smooth running, none of the above. So ഇതിൽ ഒരു എനർജി റിസർവോയർ, ഒരു എനർജി സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് ഫ്ലൈ വീൽ ആക്ട് ചെയ്യുന്നത് ഇൻ ട്രാക്ടർ. സോ ഇത്രയാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫുഡ് എഞ്ചിനീയറിംഗ് പാർട്ടിലുള്ളത്.